സുഖു സുഖു, നേരം എടുത്തിട്ട് കുറെ അധിക സമയം ആയ അമ്മായി. നീ എന്താ ഇവിടെ കിടന്നുറങ്ങിയത്? ആ മുറിയിൽ രാത്രി കിടന്ന് വായിക്കാൻ വലിയ വിഷമമാണ്. ഇനി മുതൽ ഞാൻ ഇവിടെ കിടന്നോളാം. ചായ തണുക്കും. I'm sorry. Never mind. Always. അവന്റെ ദേഷ്യം കാണുമ്പം എന്റെ ഉള്ളിലൊരു ഭീതി. അവൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ സമ്മതിക്കരുത്. ഒരുപക്ഷെ അവനായിരിക്കും. ഞാനിന്ന് മിസ്റ്റർ രവീന്ദ്രനെ വഴി വെച്ച് കണ്ടു. രവീന്ദ്രനാഥോ? ഓ, അങ്കിളിനെയാണോ? നീ അയാൾക്ക് വാച്ച് സമ്മാനിക്കാതിരിക്കുന്നത് നിന്റെ ഇഷ്ടം. പക്ഷെ അതിനു മുൻപ് എന്നോട് ഒരു വാക്ക് പറയാനുള്ള മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ സച്ച് എ ഡെലിക്കേറ്റ് പേഴ്സൺ. ശങ്കര, ശങ്കര, അമ്മയോട് ചോറ് മാമറ. ഇന്നത്തെ കാര്യം പോട്ടെ. നാളെ തൊട്ട് ഇമാതിരി ഭ്രാന്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. എന്ത് ഭ്രാന്ത്? ഞാനാണോ നിനക്ക് ചോറ് വിളമ്പി തരേണ്ടത്? അമ്മായിയാണല്ലോ തന്നിരുന്നത്. കുറച്ചുനാൾ അവധി തന്നിരുന്നേ വിചാരിച്ചോളൂ. അവധിക്ക് ശേഷം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന വെച്ചോളൂ. നാണമില്ലേ നിനക്കിത് പറയാൻ? ആയുസ്സുകാലം മുഴുവൻ ഞാൻ നിന്നെ ചുവന്ന് നടക്കുമെന്നാണോ നീ കരുതിയത്? മോളിവിടെ നിൽക്കുകയായിരുന്നു. കേട്ടോ മോളെ അവൻ പറഞ്ഞത്? വേണ്ട. ഈ തലേണ എന്തിനിവിടെ കൊണ്ടുവന്നത്? ഉറങ്ങാനൊരു തലയാണെങ്കിലും വേണമല്ലോ. കിടക്കമുറിയിൽ സ്ഥലമില്ലേ? എനിക്ക് വായിക്കണം. എന്തിനാ ഇങ്ങനെ സമയം പാഴാക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. പുസ്തകത്തിൽ നോക്കിയാൽ എന്റെ മുഖമായിരിക്കും കാണുക. എന്നിട്ട് ഏതെല്ലാം വിധത്തിൽ എന്നെ ശിക്ഷിക്കാമെന്ന് ആലോചിച്ചു തുടങ്ങും. എനിക്കാരെയും ശിക്ഷിക്കണ്ട. എനിക്കറിയാം, നിങ്ങൾ സ്വയം ശിക്ഷിക്കുകയാണ്. എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണല്ലോ. എന്താ ശരിയല്ലേ? മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കാണാൻ നടക്കാതെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. നീ നിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ നിന്നെ ഒരു പ്രേതം ബാധിക്കാറുണ്ട്. ആ പ്രേതത്തെ ടോളറേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പ്രേതബാധ എനിക്കായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. എന്താ പറഞ്ഞ? നിൽക്കുമോളെ. മോളെ, രണ്ടു കൈയും കൂട്ടി തട്ടിയാലേ ശബ്ദം കേൾക്കും. ഒരാൾക്ക് ദേഷ്യം കൂടുമ്പം മറ്റേയാൾ കുറച്ച് തണുക്കണം. അമ്മായി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതെല്ലാ വീട്ടിലുള്ളതല്ലേ. എന്റെ മോക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായത് ഈ അമ്മായിയുടെ ഭാഗ്യം.
ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. സാർ 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 സുഖു സാറേ, കതവ് തുറക്കുന്നേ. എന്താ ചെവി കേൾക്കില്ലേ? കതവ് തുറക്കൂ. ഞാനാ പറയുന്നത്. ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? കതവ് തുറക്കാൻ. ഈ പടം എടുത്ത് മാറ്റുന്നത് എന്തിനാ? സാറ് പറഞ്ഞിട്ട് പോയി പടകളൊക്കെ വായന മുറി തൂക്കാൻ. ഈ പടം ഇവിടുന്ന് മാറ്റുന്നത് ശരിയല്ലെന്ന് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ മോളെ? ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ആളില്ലെന്ന് അമ്മായിക്ക് അറിയാമല്ലോ. മാത്രമല്ല ശങ്കറിന്റെ മുമ്പിച്ചൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? നീ എന്താ പെട്ടി പാക്ക് ചെയ്യുന്നു? എന്തിനാ? അമ്മ പതിവായിട്ട് കുറെ നാളായി ഫോൺ ചെയ്യുന്നു. ഭാരതിയുടെ കല്യാണം ഉറപ്പിച്ചു. ഇത്ര സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു വീടാ ഇത്. ഹലോ 2559. ഞാനാണ് മോളെ. നിന്റെ ശബ്ദം എന്താ അല്ലായിരിക്കുന്ന? സുഖമല്ലേ? ഹേയ്, എനിക്കൊരു അസുഖമില്ല. നീ ഒളിക്കാനൊന്നും നോക്കണ്ട. എന്തോ തകരാറുണ്ട്. എന്ത് തകരാറ്? നീ അങ്ങനെ ചിരിക്കാനൊന്നും നോക്കണ്ട. ഇതിങ്ങനെ പോയാ പറ്റില്ല. നീ കുറെ ദിവസം ഇവിടെ ഒന്ന് താമസിച്ചേ പറ്റൂ. എന്ത് തകരാറാണെന്ന് എനിക്കും അറിയണമല്ലോ. ഒരു തകരാറും ഇല്ലമ്മേ. ഉടനെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ അല്പം അസൗകര്യമുണ്ട്. ഒരസൗകര്യം ഇല്ല. നീ സുഖിനോട് പറഞ്ഞിട്ട് ഇനി പോരെ. എന്താ അമ്മായിയോ? ഇതിന് അമ്മായിയുടെ അനുഭവം ചോദിക്കണ്ട. അമ്മയ്ക്ക് തോന്നുന്ന അപ്പ നടക്കണം, അത്ര തന്നെ. പറഞ്ഞ മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. അമ്മേ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇതെന്താ ശങ്കരി കാണിച്ചത്? എന്താ ഇത്? സ്റ്റൂള് തെന്നി ഞാനും പടവും കൂടെ താഴത്ത് വീണുപോയതാണ്. രക്തം ഒരുപാട് പോകുന്നില്ല മോളെ. ഞാൻ മരുന്ന് വയ്ക്കാം. അമ്മായി ഫോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അമ്മയെ വിളിക്കാന്ന് പറയും. വാ. എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അമ്മായി ഒന്ന് വിളിച്ചാൽ നീ പോകും അല്ലേ? എന്തായാലും ഒന്നും മിണ്ടാത്തത്. ആ സ്ത്രീ സുഖുവിന്റെ അമ്മയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. അകന്ന ബന്ധത്തിൽ ഏതൊരു കിഴവി. അവർക്കെന്താടി ആ വീട്ടിൽ ഇത്ര വലിയ അധികാരം? എന്താടി നാം പൊങ്ങുന്നില്ലേ? ഞാൻ സുഖുവിന്റെ അമ്മായിയാണ്. അല്പം കഴിഞ്ഞ് അർച്ചനെ അങ്ങോട്ട് വിളിക്കും. അതറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. ശങ്കര, അമ്മയുടെ പടം ഈ ചോരി തൂക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടും തൂക്കാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട്
ചുമരിൽ തൂക്കാൻ പാടില്ലെന്ന് ഇവിടെ ആരും ശങ്കരനോട് പറഞ്ഞില്ല. തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റൂള് തന്നെ ഞാനും ഫോട്ടോയും കൂടെ നിലത്ത് വീണ് ചില്ല് പൊട്ടി. ആ ശരി, പൊക്കോണം. ചായ ഇല്ലേ? ചായ കുടിക്കാൻ സമയമായില്ല, ഇത് കുടിച്ചാ മതി. എനിക്ക് വേണ്ടി ഫോട്ടോ കൊടുത്തയച്ച് ഇത്ര പെട്ടെന്ന് ചില്ലിടിച്ചതിന് നന്ദി. വീട്ടിലേക്ക് പോണം, അതിനു മുമ്പ് ചില്ലിട്ട് വെക്കാമെന്ന് കരുതി. പൊയ്ക്കോട്ടെ. അമ്മായിയോട് പറഞ്ഞിട്ട് പോകാം. അങ്ങയോട് പറയേണ്ട കാര്യമില്ലേ? പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോകാൻ തീരുമാനിച്ച ഇന്നാണ്. എന്റെ മുറിയിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശങ്കരനോട് പറയുന്നു കേട്ടപ്പോ. ശരി, പോയി കുറെ നാൾ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കും, മനസ്സമാധാനത്തോടെ. പോകാൻ പാടില്ല എന്ന് പറയാത്തത് പോട്ടെ, ഒന്നും ദേഷ്യപ്പെടുകൂടി ചെയ്തില്ലല്ലോ. എന്താ ലൈറ്റ് ഇടാത്തത്? എന്താ അമ്മായി? ഒന്നുമില്ല മോനെ. അമ്മായി എന്തിനാ കരയുന്നത്? നീ ബഹളം കൂട്ടാതെ കുഞ്ഞ്. മനസ്സിൽ ഓരോരോ വിചാരങ്ങൾ. ലൗകിക ജീവിതം അവസാനിപ്പിക്കാൻ കാലമായിട്ടുണ്ട്. ഈശ്വരനെ പറ്റി ഓർത്തപ്പോ കണ്ണു നിറഞ്ഞുപോയി. ഈശ്വരനെ പറ്റി ഓർത്താ കരച്ചിൽ വരൂ? ഈശ്വരനെ ധ്യാനിക്കുമ്പോ കണ്ണു നിറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ആർക്കും അത് മനസ്സിലാവില്ല. ശരിയായിരിക്കും, പക്ഷെ അമ്മായിയുടെ ഈ കണ്ണുനീരിന് കാരണം ദൈവങ്ങളല്ല, മനുഷ്യരാണ്. എനിക്കതറിയാം. തെറ്റും എന്റേത് തന്നെ. സുഖു, ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ ആരാവശ്യപ്പെട്ടു? എന്റെ വീട്ടിൽ വേണ്ടത് ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെടണോ? അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? എന്നെ ചോദ്യം ചെയ്യാനോ അതോ കാര്യം അറിയാനാണോ? മനസ്സിലായില്ല. ചോദിച്ച രീതി കേട്ടപ്പോൾ തോന്നി ഞാൻ അമ്മായിയോട് വഴക്ക് കൂടുതലായി ധരിച്ചെന്ന്. അമ്മായി ഇങ്ങനെ കരയുന്നത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. പാവ അമ്മായി, അവരാവശ്യത്തിലേറെ നല്ലവരായിപ്പോയി. ഒച്ചയും ബഹളവും അവർക്ക് സഹിക്കാനാവുന്നില്ല. മകന് സന്തോഷവും സംതൃപ്തിയും ഇല്ലെങ്കിൽ മരുമകൾക്ക് വീട്ടിൽ ഒരു സ്ഥാനവുമില്ലെന്നും ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും മകൻ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിരിക്കും. എന്റെ വാച്ച് എവിടെ? ഇതാ വാച്ച്. നീ മുടി ചെയ്യാത്ത എന്താ? ഓ സാരമില്ല. ഇല്ല, നിനക്ക് അർച്ചനയെ അവളുടെ വീട്ടിലയക്കാൻ സമ്മതമില്ലെങ്കിൽ അത് അവളോട് തുറന്നു പറയാത്ത എന്താ? മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? എങ്ങനെ കഴിയും? വളരെയേറെ കാര്യങ്ങൾ അവൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ ചെറിയ കാര്യം മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യം എന്താ? അമ്മായി, ശങ്കനോട് പറഞ്ഞ അമ്മയുടെ പടം എന്റെ ബെഡ്റൂമിലെടുത്ത് വെപ്പിച്ചേക്കണം. ഇന്നെന്താ മോനെ നേരത്തെ? നേരത്തെ അർച്ചന പോയോ? നേരത്തെ വരുമെന്ന് നീ അവളോട് പറഞ്ഞിരുന്നു. അവൾ എപ്പോ പോയി? ഉച്ചയ്ക്ക് പോയി. എന്ന് വരുമെന്ന് പറഞ്ഞു? അമ്മായിയോട് പറഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല. 2 ദിവസം അവിടെ പോയി താമസിക്കട്ടെ. മോനെ, ശനിയാഴ്ച നീ പോയി അർച്ചനയെ കൂട്ടിക്കൊണ്ട് വരണം. എന്തിന്? ഞായറാഴ്ച വലിയേടത്തെയും കൊച്ചേടത്തെയും ഒക്കെ കാശിക്ക് പോകുന്നു. താമസ സൗകര്യമൊക്കെ വലിയേട്ടൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയേട്ടന് വിദ്യാപീഠത്തിൽ ജോലി ആയതുകൊണ്ട് അതൊക്കെ എളുപ്പമാണ്. അവരുടെ കൂടെ ഞായറാഴ്ച ഞാനും പോകാമെന്ന് വിചാരിക്കുക. അർച്ചന വന്നില്ലെങ്കിലും അമ്മായിക്ക് പോകാം. എന്ന് മടങ്ങി വരും?
എന്റെ മടക്കയാത്രയെ കുറിച്ച് ഇപ്പോഴൊന്നും ചോദിക്കരുത് മോനെ. ഞാൻ ഇതിന് മുൻപ് പോകാൻ ഒഴിഞ്ഞപ്പോഴൊക്കെ നീ തടസ്സം പറഞ്ഞു. ഈ പ്രാവശ്യം മോനത് ചെയ്യരുത്. ഇല്ല. നിനക്ക് എന്നോട് ദേഷ്യമാണോ? അമ്മായിക്ക് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മായി ഇത്ര പെട്ടെന്ന് പൊയ്ക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അമ്മായി എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. എനിക്കത് സഹിക്കാനാവില്ല. അമ്മായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നീ വീണ്ടും അർത്ഥമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുക. ദയവ് ഇത് സംഭവിച്ചത് എന്താണെന്ന് എന്നോട് പറയണം. പറയാതെ ഞാൻ വിടില്ല. എന്റെ കൈ വിടുന്നു. പറയാതെ ഞാൻ വിടില്ല. അർച്ചന സ്നേഹത്തോടും ബഹുമാനത്തോടും അല്ലാതെ എന്നോട് പെരുമാറിയിട്ടില്ല. അവൾക്കത് ഒരിക്കലും കഴിയുകയുമില്ല. അവളായിട്ട് ചെയ്തു എന്നല്ല, പക്ഷെ ചെയ്യാൻ കഴിവുള്ളവർ അവളുടെ പുറകിലുണ്ടല്ലോ. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കെന്താ മോനെ. നീ ശനിയാഴ്ച അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ പോട്ടെ, അടുപ്പത്ത് വെള്ളം തിളയ്ക്കുന്നു.